ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു മാക്സ്. അനിരുദ്ധ് സാറാണ്. സോ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഫിസിക്സിന്റെ ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 2 ആണ്. ലെൻസസ് അല്ലെങ്കിൽ ലെൻസുകൾ എന്നുള്ള പാഠമാണ്. അതിനു മുന്നേ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമില് ഫിഫ വേൾഡ് കപ്പിന്റെ നോക്കൌട്ട് സ്റ്റേജിൽ നിന്ന് ബ്രസീൽ പുറത്തായിരിക്കുകയാണ്. ഒരു അർജന്റീനിയൻ ഫുട്ബോൾ ആരാധകൻ എന്ന നിലയ്ക്ക് വളരെയധികം സന്തോഷമുണ്ടെങ്കിലും നെയ്മർ ഗ്രൗണ്ടിൽ കരഞ്ഞിരിക്കുന്ന മൊമെന്റ് ആണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയ്ക്ക് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ദ വേൾഡ് ഈസ് ഡിവൈഡഡ് ബൈ ക്രിസ്ത്യാനോ ആൻഡ് മെസ്സി ബട്ട് യുണൈറ്റഡ് ബൈ നെയ്മർ. അപ്പോ നെയ്മർ ഇന്ന് ഈ ഡേറ്റില് ഇന്റർനാഷണൽ കരിയറിൽ നിന്ന് തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോ ആ ഒരു സങ്കടം മനസ്സിലുണ്ട്. എന്നാൽ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാഠമാണ്. ലെൻസസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരം കളയാതെ ലെൻസസ് എന്ന പാഠത്തിലേക്ക് പോവാം. എടാ, ഇത് SSLC ഫിസിക്സിലെ രണ്ടാമത്തെ പാഠമായിട്ടാണ് വരുന്നത്. സോ നമുക്ക് നേരെ പാഠത്തിലോട്ട് കിടക്കാം. എടാ മക്കളെ, ആദ്യം നിങ്ങൾ പഠിക്കാനുള്ളത് എന്താണ് ലെൻസ് ആണ് പഠിക്കാനുള്ളത്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ലെൻസസ് ആർ ട്രാൻസ്പെറന്റ് ഒപ്റ്റിക്കൽ ഡിവൈസസ് ദാറ്റ് റിഫ്രാക്ട് ലൈറ്റ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് സങ്കല്പിക്കാം, ഒരു കണ്ണട വെക്കുന്ന ആള്. അപ്പൊ ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്, ഇത് ലെൻസ് അല്ലേടാ, അല്ലാതെ കണ്ണാടി വെക്കാൻ പറ്റുമോ? കണ്ണടയും ഇല്ലല്ലോ. ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറന്റ് ഒപ്റ്റിക്കൽ ഒബ്ജക്റ്റ് ആണ്. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? ലൈറ്റ് കടത്തി വിടുന്ന ഏതൊരു വസ്തുവിനെ എന്ത് പറയും? ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സുതാര്യ വസ്തു എന്ന് പറയും. അപ്പൊ ലെൻസ് ലൈറ്റ് കടത്തി വിടുന്ന ഒരു ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് ആണ്, ഒരു സുതാര്യ മാധ്യമമാണ്. അപ്പോ ഒരു ലെൻസിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിന് എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു ലെൻസിലൂടെ പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ അവിടെ അപവർത്തനം സംഭവിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ മനസ്സിലാക്കുക, ലെൻസസ് ആർ ട്രാൻസ്പെറന്റ് ഒപ്റ്റിക്കൽ ഡിവൈസസ് ദാറ്റ് റിഫ്രാക്ട് ലൈറ്റ് ടു കൺവേർട്ട് ഡൈവേർജ്. ഡെഫിനിഷൻ ഇത്രേ ഉള്ളൂ. ലെൻസ് ഒരു ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് ആണ്, അതിനുള്ളിൽ കൂടെ ലൈറ്റ് കടന്നു പോയി എന്തുണ്ടാവും? റിഫ്രാക്ഷൻ സംഭവിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോ സിമ്പിൾ ആയിട്ട് ലെൻസസ് 2 ടൈപ്പ് പഠിക്കാനുണ്ട്. 2 ടൈപ്പ് ലെൻസസ് ആണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതിലൊന്നാണ് കോൺവെക്സ് ലെൻസ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇതിന് എന്താ പറയാ? കോൺവെക്സ് ലെൻസ്. ഓക്കെ അല്ലേടാ? ഇനി രണ്ടാമതാണ് കോൺകേവ് ലെൻസ്. ഇങ്ങനത്തെ 2 ടൈപ്പ് ലെൻസസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ലെൻസിന് 2 സർഫസ് ഉണ്ട്. 2 സർഫസസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, വരച്ച് വരുമ്പോൾ മനസ്സിലാക്കുക. 2 സർഫസ് ഉണ്ട്. അതായത് 2 സർഫസ് കൂടി ഏത് സർഫസിലൂടെ ലൈറ്റ് പോയാൽ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. ഇതേ പറയുന്നുള്ളൂ. ഇനി ലെൻസ് ഒരു സ്ഫിയറിന്റെ ഭാഗമാണ്. അതായത് ലെൻസ് സ്ഫിയേഴ്സിന്റെ ഭാഗമാണെന്ന് പറയുന്നത്, ഗോളങ്ങളുടെ ഭാഗമാണ്. ലെൻസ് എന്തിന്റെ ഭാഗമാണെന്ന് പറയുന്നത്? ഗോളങ്ങളുടെ ഭാഗമാണ്. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം, ഫിഗർ ഉണ്ട്. സോ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കുക, ഒരു ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി ഇതാ ഞാൻ പറഞ്ഞു, ലെൻസ് എന്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു? സ്ഫിയേഴ്സിന്റെ ഭാഗമാണ്. ഇവിടെ നോക്കിയടാ, 2 സ്ഫിയർ ഇങ്ങനെ, ഇങ്ങോട്ട് നോക്കിയേ, 2 സ്ഫിയർ ഇങ്ങനെ, ഇത് കണ്ടോ? 2 സ്ഫിയർ. ഇവരുണ്ടായിരുന്ന ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ്. ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ലെൻസിനെയാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയാ. എന്ത് ലെൻസ് എന്ന് പറയാ? കോൺവെക്സ് ലെൻസ്. പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. അപ്പൊ കണ്ടോ, ഈച്ച് ലെൻസ് ഈസ് പാർട്ട് ഓഫ് എ സ്ഫിയർ. കണ്ടോ, ഈ ലെൻസ് എന്തിന്റെ പാർട്ടാണ്? സ്ഫിയറിന്റെ ഭാഗമാണ്, ഒരു ഗോളത്തിന്റെ ഭാഗമാണ്. ഇനി അടുത്തത് ഇത് കണ്ടോ, ഈ ലെൻസ് പുറത്തോട്ട് തള്ളിയല്ലേ നിൽക്കുന്നത്, അകത്തോട്ട് തള്ളിയല്ലേ നിൽക്കുന്നത്. അകത്തോട്ട് തള്ളി നിൽക്കുന്ന ലെൻസിനെ നമ്മള് കോൺകേവ് ലെൻസ് എന്ന് പറയും. എടാ, എന്ത് ലെൻസ് എന്ന് പറയും? കോൺകേവ് ലെൻസ്. ഇങ്ങനെ അകത്തോട്ട് തള്ളി നിൽക്കുന്ന ലെൻസിനെ നമ്മള് കോൺകേവ് ലെൻസ് എന്ന് പറയും. ഗുഹ പോലെ, ഗുഹ ഉള്ളിക്കല്ലേ ഉണ്ടാവുക, കേവ് അങ്ങനെ കണക്ട് ചെയ്യുക. ഇതിനെ നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് പറയും. അപ്പൊ ലെൻസ് എന്തിന്റെ ഭാഗമാണ്? സ്ഫിയേഴ്സിന്റെ ഭാഗമാണ്. ഇവിടെ കണ്ടില്ലേ, ഒരു സ്ഫിയർ ഇവിടെ, ഒരു സ്ഫിയർ ഇവിടെ, കണ്ടല്ലേ? സോ ഇതാണ് മനസ്സിലാക്കുക, 2 ടൈപ്പ് ലെൻസസ് ഉണ്ട്. ഏതൊക്കെയാണ്? കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. അപ്പൊ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ലെൻസ് ആണ്. എന്ത് ലെൻസ്? കോൺവെക്സ് ലെൻസ്. പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ലെൻസ് ആടാ ഏത് ലെൻസ്? കോൺവെക്സ് ലെൻസ്. ഇനി അകത്തോട്ട് തള്ളി നിൽക്കുന്ന ലെൻസ് ഏത് ലെൻസ് ആടാ? കോൺകേവ് ലെൻസ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക, പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്, ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്നതാണ് കോൺകേവ് ലെൻസ്. അപ്പോ ഓക്കെ, സെറ്റ്. ഇനി അടുത്തതിലോട്ട് പോവാം. നിങ്ങൾ മറന്നിട്ടുണ്ടാവും എന്താ റിഫ്രാക്ഷൻ എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നമ്മളിവിടെ എന്താ റിഫ്രാക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപവർത്തനം എന്താണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപവർത്തനം എന്താണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളം മീഡിയംകാർക്ക് അപവർത്തനം എന്താണെന്നുള്ള കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ
ഒന്ന് വായിച്ചു നോക്കാം. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു 2 ടൈപ്പ് ലെൻസ് ഉണ്ട്. ഏതൊക്കെയാടാ? കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഏതൊക്കെയാടാ? കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. അതായത് മലയാളത്തിലും അതിനെ കോൺവെക്സ് എന്ന് പറയാം, കോൺകേവ് എന്ന് പറയാം. പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. ഇവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്തു. എടാ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഇട്ടിട്ട് പോയവരല്ലേ, നമ്മൾ പുറത്താക്കിയവരല്ലേ എക്സ് എന്ന് പറയാ. അപ്പൊ പുറത്തോട്ട് തള്ളിക്കിട ലെൻസ് അങ്ങനെ കണക്കിയ, അതാണ് കോൺവെക്സ് ലെൻസ്. ഇനി കോൺകേവ്. കേവ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഗുഹ. ഗുഹ എപ്പോഴും എങ്ങോട്ടും ഉണ്ടാവുക? ഉള്ളിലോട്ട് തള്ളിയല്ലേ നിൽക്കുക, അതാണ് കോൺകേവ് ലെൻസ്. സോ ഇതാണ് 2 ടൈപ്പ് ലെൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി ജസ്റ്റ് മനസ്സിലാക്കുക, ഇത് രണ്ടിന്റെയും പ്രത്യേകതകൾ, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് 2 ലെൻസസ്. ഇതാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ 2 ടൈപ്പ് ലെൻസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. അപ്പോ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഏതൊക്കെ 2 ടൈപ്പ് ലെൻസ്? കോൺവെക്സും കോൺകേവും. പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് കോൺവെക്സും, ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്നത് കോൺകേവും. നോക്കാം, ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ്. കണ്ടോടാ, ഇതൊരു കോൺവെക്സ്, പുറത്തോട്ടല്ലേ തള്ളി നിൽക്കുന്നത്. ഇതൊരു കോൺകേവ്, ഉള്ളിലോട്ടല്ലേ തള്ളി നിൽക്കുന്നത്. ഇനി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, കോൺവെക്സ് ലെൻസിൽ കൂടെ ലൈറ്റ് ഇങ്ങനെ പോകുമ്പോ അവ ലൈറ്റിനെ എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യാൻ ഒറ്റ പോയിന്റിൽ കൊണ്ടുവരാം. ഇങ്ങനെ ഒറ്റ പോയിന്റിൽ കൊണ്ടുവരാണ് കൺവേർജ് ചെയ്യാന്ന് പറയാ. ഒറ്റ പോയിന്റിൽ കൊണ്ടുവരാ, ഇതാണ് കൺവേർജ് ചെയ്യാന്ന് പറയാ. അല്ലെങ്കിൽ സംരചിപ്പിക്കുക എന്ന് പറയാം. എന്ത് പറയാ? സംരചിപ്പിക്കുക. ഒറ്റ പോയിന്റിൽ കൊണ്ടുവരും. ഇത് കൂടെ ഏത് ലൈറ്റ് പോയാലും അതിങ്ങനെ ഒറ്റ പോയിന്റിൽ വരും. കൺവേർജ് ചെയ്യുക, സംരചിപ്പിക്കുക. ഇനി കോൺകേവ് ലൈറ്റിന്റെ നേരെ ഓപ്പോസിറ്റാ. ലൈറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ട് തെറിച്ച് ഇങ്ങനെ പോകും. ഓരോ സൈഡിലേക്ക് തെറിച്ച് ഇങ്ങനെ പോകും. ഇതിനെ എന്താന്ന് പറയാ? വ്യതിചലിപ്പിക്കുക എന്ന് പറയും, ഡൈവേർജ് ചെയ്യുക എന്ന് പറയും. എന്ത് ചെയ്യുക? ഡൈവേർജ് ചെയ്യുക. അപ്പൊ ഒരു കോൺകേവ് ലെൻസിലൂടെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. ഇങ്ങനെ വിട്ടുപോകും. ഡൈവേർജ് ചെയ്തു പറഞ്ഞാൽ വിട്ടുപോവാ, വ്യതിചലിച്ചു പോവാ. അപ്പൊ ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇപ്പൊ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ കൺവേർജ് ചെയ്യുന്ന, അതായത് ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യുന്ന ലെൻസ് ആണ്. ഇപ്പൊ 2 ലൈറ്റ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഈ പോയിന്റിലായിട്ട് ഈ വരുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർജ് ചെയ്യുന്നുണ്ട്. സോ കോൺവെക്സ് ഈസ് എ കൺവേർജിങ് ലെൻസ് ആണ്. അതായത് ലൈറ്റ് വന്നാൽ കൂടി ചേരുന്ന ലെൻസ് ആണ് ഏത്? കോൺവെക്സ്. അങ്ങനെയെങ്കിൽ ഇതാണ് ഒരു കോൺകേവ് ലെൻസ്. കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ആണെങ്കിൽ കോൺകേവ് ലെൻസ് ഡൈവേർജിങ്, അതായത് കൂടി ചേരില്ല, അകന്നു പോകുന്ന ലൈറ്റ് റേസിന് അകത്തി വിടുന്ന ലെൻസ് ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഇവിടെ 2 ലൈറ്റ് റേസ് വരുന്നുണ്ട്. ആ 2 ലൈറ്റ് റേസിൽ ഫസ്റ്റത്തത് മുകളിലേക്കാണെങ്കിൽ രണ്ടാമത്തത് എങ്ങോട്ടേക്കാ? താഴേക്കാ. സോ ഇവിടെ ഒരു കൺവേർജിങ് ഇല്ല, ഇവിടെ എന്താണുള്ളത്? ഡൈവേർജിങ്. എന്നാൽ കോൺവെക്സിൽ കൺവേർജിങ്, അപ്പൊ കോൺകേവിൽ എന്താ? ഡൈവേർജിങ്. സോ ദിസ് ഈസ് എ കോൺകേവ് ലെൻസ്. അടുത്തത് കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകതയെ പറയാൻ പോണ കേട്ടോ. എന്നാ നോക്കിക്കോട്ടോ, നോക്കിക്കോ. ഒരു കോൺവെക്സ് ലെൻസ് നമ്മളിങ്ങനെ വരക്കാണ്, ശരിയാവോന്ന് അറിയില്ല. ഏകദേശം ഇങ്ങനെയാണ് ഒരു കോൺവെക്സ് ലെൻസ് വരിക. ആണോ അല്ലേ? പുറത്തോട്ട് തള്ളിക്കാണ്. അപ്പൊ മനസ്സിലാക്കുക, ഒരു കോൺവെക്സ് ലെൻസിന്റെ നടുഭാഗം, ഈ ഭാഗം സെൻട്രൽ പോർഷൻ തിക്കർ ആയിരിക്കും, കനം കൂടുതലായിരിക്കും. മനസ്സിലാക്കുക, ഒരു കോൺവെക്സ് ലെൻസിന്റെ മിഡിൽ പോർഷൻ, നടുഭാഗം, മധ്യഭാഗം തിക്കർ ആയിരിക്കും. തിക്കർ ആയിരിക്കും പറഞ്ഞാൽ കനം കൂടുതലായിരിക്കും. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് വെച്ചാൽ ഈ എഡ്ജസ് തിന്നർ ആയിരിക്കും, കനം കുറവായിരിക്കും. മധ്യഭാഗം കനം കൂടുതലും അരികുഭാഗം കനം കുറവും, നടുഭാഗം തിക്കറും എഡ്ജസ് തിന്നറും. കോൺവെക്സ് ലെൻസ്. പിന്നെ ഒരു കോൺവെക്സ് ലെൻസ് കൂടെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ അറിയോ? അതിലുള്ള ഒബ്ജക്ട്സിനെ വലുതായിട്ട് കാണും. മാഗ്നിഫൈഡ് ആയിട്ട് കാണും. ഒബ്ജക്ട്സിനെ മാഗ്നിഫൈഡ് ആയിട്ട് കാണും. ഒരു കോൺവെക്സ് ലെൻസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വസ്തുക്കളെ വലുതായിട്ട് കാണാൻ പറ്റും. ഇതാണ് 3 പോയിന്റ്. തിക്കർ ഇൻ ദ മിഡിൽ, തിന്നർ ഇൻ ദ എഡ്ജസ്. ഒബ്ജക്ട്സിനെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ പറ്റും, വലുതായിട്ട് കാണാൻ പറ്റും. അതായത് മധ്യഭാഗം കനം കൂടുതലും അരികുഭാഗം കനം കുറവും വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. 3 പോയിന്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. പിന്നെ ഒരു പോയിന്റ് എന്താണ്? ഒരു പോയിന്റ് മാറുണ്ട്, കൺവേർജ് ചെയ്യും. ലൈറ്റ് റേസിൽ എന്ത് ചെയ്യിപ്പിക്കും? കൺവേർജ് ചെയ്യും. ലൈറ്റ് റേസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും, സംരചിപ്പിക്കും. ഓക്കെ ആണോ? നേരത്തെ പറയാം, 4 പോയിന്റ് പഠിച്ചു. തിക്കർ, മിഡില്, തിന്നർ, എഡ്ജസ്, ഒബ്ജക്ട്സിനെ മാഗ്നിഫൈ ചെയ്യും, പിന്നെ കൺവേർജ് ചെയ്യും. കോൺവെക്സ് ലെൻസ്. അപ്പൊ കോൺകേവ് ലെൻസ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആവൂലേ? ആണ്, ഓപ്പോസിറ്റ് ആണ്. നോക്കിക്കോ, കോൺകേവ് തിന്നർ ഇൻ ദ മിഡിൽ, നേരെ ഓപ്പോസിറ്റ്. നേരത്തെ പറഞ്ഞു കോൺവെക്സിൽ തിക്കർ ഇൻ ദ മിഡിൽ, കോൺകേവിൽ വന്നപ്പോ തിന്നർ ഇൻ ദ മിഡിൽ. അടുത്ത പോയിന്റ് തിക്കർ ഇൻ ദ എഡ്ജസ്, എഡ്ജ് തിക്കർ. കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഇവിടെ തിന്നർ, ഇവിടെ തിക്കർ, നേരെ ഓപ്പോസിറ്റ് ആയില്ലേ? ഇനി 3-ാമത്തെ പോയിന്റ്
വസ്തുക്കളെ ചെറുതായിട്ട് കാണിക്കാൻ ഉപയോഗിക്കും. ഒരു കോൺകേവ് ലെൻസിലൂടെ നോക്കി കഴിഞ്ഞാൽ ചെറുതായി കാണിക്കാം, കോൺവെക്സോ വലുതായി കാണും, ഡിമിസ് ചെറുതായിട്ട് കാണാം. പിന്നെ എന്ത് ചെയ്യും, നാലാമത്തെ പോയിന്റ് ഡൈവേർജ് ചെയ്യും. എന്ത് ചെയ്യും, ലൈറ്റ് റേസിനെ എന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്യിപ്പിക്കും, വ്യതിചലിപ്പിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കുക, കോൺവെക്സ് ലെൻസ് എവിടേക്ക് ഉപയോഗിക്കാന്ന് കൊടുത്തിട്ടാണ്. നമ്മളെ കണ്ണിലുള്ള ലെൻസ് ഏതാ, കോൺവെക്സ് ആണ് കണ്ണിൽ ഉപയോഗിക്കുന്ന ലെൻസ്. പിന്നെ കണ്ണാടി സ്പെക്ടക്കിൾസിൽ ഉപയോഗിക്കും, കണ്ണാടികൾ. പിന്നെ ക്യാമറയിലും സ്പെക്ടക്കിൾസും കണ്ണടകളിലും 2 ലെൻസ് ഉപയോഗിക്കും, കോൺവെക്സും കോൺകേവും. പിന്നെ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. ഇങ്ങനെ മാഗ്നിഫൈയിങ് ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. എക്സാമ്പിൾ പഠിച്ചേക്കുക. ഇവിടെ അതേമാതിരി കൊടുത്തിട്ടുണ്ട് ക്യാമറ. ഇത് നമ്മൾ ചില വാതിലെ ഹോട്ടലിലെ വാതിലിന്റെ ഇടയിൽ ഒരു ചെറിയ ഇത് കണ്ടിട്ടില്ലേ, ഹോള് പുറത്തോട്ട് നോക്കാനുള്ള, അവിടെ ഡോർ ലെൻസ് തന്നെ പറയാം. ആ ലെൻസ് ഏതാ അറിയാം നിങ്ങൾക്ക്, കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക. എന്ത് ലെൻസ് ഉപയോഗിക്കുക, കോൺകേവ് ലെൻസ്. ഡോർ ലെൻസും ഉപയോഗിക്കണ ലെൻസ് ഏത് ചോദിച്ചാൽ എന്ത് പറയണം, കോൺകേവ് ലെൻസ്. അതേമാതിരി ഒരു കാര്യം കൂടെ, റീഡിംഗ് ലെൻസിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ ചോദിച്ചാൽ എന്ത് പറയണം, റീഡിംഗ് ലെൻസിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ ചോദിച്ചാൽ എന്ത് പറയണം, കോൺവെക്സ് ആണെന്ന് പറയണം. ഏതാന്ന് പറയണം, കോൺവെക്സ്. വലുതായിട്ട് കാണിക്കാന്. അപ്പൊ ഓക്കെ, 2 സെറ്റായി. ടേബിൾ ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിള് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക, മറക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക ഈ ടേബിള് ഇതിലുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് പഠിക്കാനുള്ളത് ടേംസ് റിലേറ്റഡ് ടു ലെൻസസ്. അതായത് ലെൻസുമായി ബന്ധപ്പെട്ട പദങ്ങൾ, അതാണ് പഠിക്കാനുള്ളത്. ലെൻസിൽ ഓരോ പാട്ട് ഇങ്ങനെ പഠിക്കാനുണ്ട്. അതിന്റെ പാർട്സ് അത് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. ഒപ്റ്റിക് സെന്റർ, അതായത് ലെൻസിന്റെ സെന്റർ പാർട്ട്, മിഡ് പോയിന്റിനെയാണ് ഒപ്റ്റിക് സെന്റർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം എന്ന് വിളിക്കുക. ലെൻസിന്റെ ആ സെന്റർ, മിഡ് പോയിന്റ്, മധ്യബിന്ദുവിനെ എന്ത് വിളിക്കുക, ഒപ്റ്റിക് സെന്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം എന്ന് വിളിക്കുക. ക്ലിയർ ആണോ, കാണിച്ചു തരാം. കണ്ടോ, ലെൻസിന്റെ ഈ സെന്റർ, ഈ മിഡ് പോയിന്റിനെയാണ് ഒപ്റ്റിക് സെന്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം എന്ന് പറയാം. അത് കാണിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണ് ക്യാപിറ്റൽ ലെറ്റർ O. അതിന് എന്താ പറയാ, ഒപ്റ്റിക് സെന്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം എന്നാ പറയാ. എന്താ പറയാ, പ്രകാശിക കേന്ദ്രം. ഓക്കെ അല്ലേ, സെന്റർ പാർട്ട് ലെൻസിന്റെ ഒപ്റ്റിക് സെന്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം. ഇനി അടുത്തത് സെന്റേഴ്സ് ഓഫ് കർവേച്ചർ. ഞാൻ പറഞ്ഞു ലെൻസ് എന്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു, സ്ഫിയേഴ്സിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു, ഗോളങ്ങളുടെ ഭാഗമാണ്. ആ സ്ഫിയറിന്റെ സെന്റർ ഉണ്ടല്ലോ, 2 സ്ഫിയർ ഇല്ലേ, ആ സ്ഫിയറിന്റെ സെന്റേഴ്സിനെയാണ് സെന്റേഴ്സ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ആ ഗോളങ്ങളുടെ മധ്യഭാഗത്തെയാണ് വക്രതാ കേന്ദ്രം എന്ന് വിളിക്കുക. ശ്രദ്ധിച്ചോ, കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സ്ഫിയർ ഉണ്ടാവില്ലേ, ജസ്റ്റ് വരച്ചു കാണിച്ചുതരാം. ഇവിടെ ഇങ്ങനെ ഒരു സ്ഫിയർ ഉണ്ടായേക്കാരം, ഇവിടെ ഇങ്ങനെ ഒരു സ്ഫിയർ ഉണ്ടാവേക്കാരം. ആ സ്ഫിയറിന്റെ സെന്റർ കണ്ടോ, ആ സ്ഫിയറിൽ ഗോളത്തിന്റെ സെന്ററിനെയാണ് സെന്റേഴ്സ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുക. സെന്റേഴ്സ് ഓഫ് കർവേച്ചർ. 2 സ്ഫിയർ ഉണ്ടാവില്ല, 2 ഭാഗത്തും ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണ് C. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചർ കേട്ടോ, വക്രതാ കേന്ദ്രം. മറക്കരുത്. ഇനി അടുത്തത് എന്താ, മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഒപ്റ്റിക് ആക്സിസ്. ഒപ്റ്റിക് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒപ്റ്റിക് സെന്ററിലൂടെയും സെന്റേഴ്സ് ഓഫ് കർവേച്ചറിലൂടെയും കടന്നു പോകുന്ന ഒരു ഇമാജിനറി ലൈൻ ഉണ്ട്, ഒരു സാങ്കല്പിക രേഖ ഉണ്ട്. സെന്റേഴ്സ് ഓഫ് കർവേച്ചറിലൂടെയും ഒപ്റ്റിക് സെന്ററിലൂടെയും കടന്നു പോകുന്ന ആ ഇമാജിനറി ലൈനിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് ആക്സിസ്. ആ ഇമാജിനറി ലൈൻ, അതായത് വക്രതാ കേന്ദ്രത്തിലൂടെയും പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന സാങ്കല്പിക രേഖയ്ക്ക് വിളിക്കുന്ന പേരാണ് പ്രകാശിക അക്ഷം. ഇവിടെ ഉണ്ടോ, നോക്കോ, ഇതാ ഇവിടെ ഈ സാധനം കണ്ടോ, ഇത് കണ്ടോ നിങ്ങൾ, ഈ വര ഇതിലൂടെ കടന്നു പോണത് സെന്റേഴ്സ് ഓഫ് കർവേച്ചർ കൂടിയും ഒപ്റ്റിക് സെന്റർ കൂടിയും, അതായത് വക്രതാ കേന്ദ്രത്തിലൂടെയും പ്രകാശ കേന്ദ്രത്തിലൂടെയും ഈ വരയെ വിളിക്കുന്ന സാങ്കല്പിക ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് ആക്സിസ് അല്ലെങ്കിൽ പ്രകാശിക അക്ഷം. ഞാൻ കറക്റ്റ് ചിത്രത്തിന് മാർക്ക് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഇല്ല. ഒപ്റ്റിക് ആക്സിസ്, പ്രകാശിക അക്ഷം എന്നാ പറയാ കേട്ടോ. ഇനി അടുത്തതാണ് അപ്പേർച്ചർ. മലയാളത്തിന് അപ്പച്ചർ എന്നാ എഴുതിയിട്ടുണ്ടാവും, അപ്പച്ചർ എന്നൊന്നും വായിക്കരുത് കേട്ടോ. അപ്പേർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിലൂടെ ലൈറ്റ് കടന്നു പോകുന്ന ആ പാർട്ടിന്റെ ഏരിയ, ഈ ഭാഗത്തിന്റെ ഏരിയ, ഈ ഭാഗത്ത് കൂടെ ലെൻസിന്റെ ലൈറ്റ് കടന്നു പോവാ, ആണോ അല്ലേ? അപ്പൊ ഈ ഏരിയനാണ് എന്തെന്ന് വിളിക്കുക, അപ്പേർച്ചർ എന്ന് വിളിക്കുക. ലെൻസിലൂടെ ലൈറ്റ് കടന്നു പോകണ ഈ ഏരിയനാണ് എന്തെന്ന് വിളിക്കുക, അപ്പേർച്ചർ എന്ന് വിളിക്കുക. നോക്കിക്കോട്ടോ, അപ്പേർച്ചർ ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്ന ഭാഗത്തിന്റെ പരപ്പളവ് കേട്ടോ, സൂര്യയുടെ പരപ്പളവാണ് അപ്പേർച്ചർ പരപ്പളവ്.
ആ പരപ്പളവിനെയാണ് അപ്പേർച്ചർ എന്ന് വിളിക്കുക. അതായത് ദ ഏരിയ ഓഫ് ദ ലെൻസ് ത്രൂ വിച്ച് ദ ലൈറ്റ് പാസസ്. ലൈറ്റ് കടന്നു പോകുന്ന ആ ഏരിയ, ഈ ഏരിയടാ, ഇതുണ്ടോ നമ്മള്, ഈ ഏരിയയാണ് എന്തെന്ന് വിളിക്കുക, അപ്പേർച്ചർ എന്ന് വിളിക്കുക. AB, ഈ ഏരിയ കണ്ടോ, ഗുഡ് അല്ലേ, ഇത്രേ ഉള്ളൂ. ഇതാണ് ആ പാർട്സ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. ഇത് വായിക്കുക, അത് കഴിഞ്ഞത് ഇത് വായിക്കുക. മലയാളം ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്, വായിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ അടിയിൽ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന നമ്പർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. കയറി കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഇനി അടുത്തത് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. ഇനി പറയാനുള്ളതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. എന്താണ് മുഖ്യ ഫോക്കസ്? പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ മുഖ്യ ഫോക്കസ്, ഇതാണ് ഇനി പറയാനുള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഫസ്റ്റ് കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താ പറയാ, രണ്ട് ടൈപ്പ് ലെൻസ് ഉണ്ടല്ലോ, കോൺവെക്സും കോൺകേവും. ഫസ്റ്റ് കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താന്ന് പറയാം. ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ പാർട്ടും ലേബൽ ചെയ്യണേ. സെന്റർ ഞാൻ മാർക്ക് ചെയ്തു, ഒപ്റ്റിക് സെന്റർ O. ഒരു ഇമാജിനറി ലൈൻ ഇങ്ങനെ വരച്ചു. സെന്റേഴ്സ് ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തു. ഇനി മനസ്സിലാക്കുക, സെന്റേഴ്സ് ഓഫ് കർവേച്ചർ ഒന്നെങ്കിൽ ഞാൻ C വെച്ച് കാണിക്കും, അല്ലെങ്കിൽ 2F വെച്ച് കാണിക്കും. പ്രശ്നമല്ലല്ലോ. സെന്റേഴ്സ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രത കേന്ദ്രം ഒന്നെങ്കിൽ C വെച്ച് കാണിക്കും, അല്ലെങ്കിൽ 2F വെച്ച് കാണിക്കും. മനസ്സിലാക്കുക, ഈ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോണേ, സെൻട്രൽ ഭാഗം ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോണേ ഇതുണ്ടല്ലോ, ഈ ലൈറ്റ് റേ അപ്പുറത്ത് ഒരു പോയിന്റ് കൂടെ കടന്നു പോകും. ആ പോയിന്റിനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ്, ക്യാപിറ്റൽ ലെറ്റർ F എന്ന് വിളിക്കാം. മനസ്സിലാക്കുക, ഒരു കോൺവെക്സ് ലെൻസിന്റെ ഒരു ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോണ ഏതൊരു ലൈറ്റ് റേയും അപ്പുറത്ത് കൂടെ അതർ സൈഡിലൂടെ ഒരു പോയിന്റ് കൂടെ കടന്നു പോകും. ആ പോയിന്റിനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ മുഖ്യ ഫോക്കസ് എന്ന് വിളിക്കുക. ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകണ ഏതൊരു രശ്മിയും അപ്പുറത്തെ ഒരു പോയിന്റ് കൂടെ പോകും. അതിങ്ങനെ പോയാലും ഒരു പോയിന്റ് കൂടെ തന്നെ പോകും. ആ പോയിന്റിനാണ് മുഖ്യ ഫോക്കസ് എന്ന് വിളിക്കുക. ഒരു കോൺവെക്സ് ലെൻസിന്റെ കേസ് കേട്ടോ, മുഖ്യ ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരമാണ് ക്യാപിറ്റൽ ലെറ്റർ F. ഏതക്ഷരം? ക്യാപിറ്റൽ ലെറ്റർ F ആട്ടോ, മറക്കരുത്. ഇത് അവിടെ ഉണ്ട്, ചിത്രമുണ്ട് കണ്ടോ. ഒരു കോൺവെക്സ് ലെൻസിന് പാരലായിട്ട് പോണേ, ഒപ്റ്റിക് ആക്സിന് പാരലായിട്ട് പോണ എല്ലാ റേസും അപ്പുറത്തെ ഒരു പോയിന്റ് കൂടെ കടന്നു പോവാ. കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ ഒരു പോയിന്റിൽ പോകും. ആ പോയിന്റിനെ എന്തെന്ന് വിളിക്കുക? പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ മുഖ്യ ഫോക്കസ് വിളിക്കുക. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ. അത് കോൺവെക്സ് ലെൻസിന്റെ കേസ്. ഇനി കോൺകേവ് ലെൻസിന്റെ കേസ് പറയുമ്പോൾ ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ കോൺകേവ് ലെൻസ് റിഫ്രാക്ഷൻ പോയിന്റ്. അതായത് ഒരു കോൺകേവ് ലെൻസിന്റെ കേസ് പറയുമ്പോൾ പാരലായിട്ട് ഇങ്ങനെ വരും, എന്നിട്ട് അതൊരു പോയിന്റ് ഡൈവേർജ് ചെയ്യുമ്പോൾ അതൊരു പോയിന്റിന് വരുന്ന മാതിരി തോന്നും. ആ പോയിന്റിന് അതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ മുഖ്യ ഫോക്കസ് വിളിക്കുക. മനസ്സിലാക്കുക, ഒരു കോൺകേവ് ലെൻസിൽ ലൈറ്റ് വന്ന് പാരലായിട്ട് പോയിട്ട് ലൈറ്റ് വന്ന് തട്ടുമ്പോൾ അതൊരു പോയിന്റിന് ഡൈവേർജ് ചെയ്യണ മാതിരി ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് നീട്ടി വരച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം അതൊരു പോയിന്റിന് വരുന്ന മാതിരി ഫീൽ ചെയ്യും. ആ പോയിന്റിനെയാണ് കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ മുഖ്യ ഫോക്കസ് എന്ന് വിളിക്കുക. ഓക്കെ ആണോ? ഒരു മിനിറ്റ്, സോറി. അപ്പോ അതാണ് പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ മുഖ്യ ഫോക്കസ്. അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ F. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അപ്പൊ നേരാമണ്ണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നുള്ളൂ. ചിത്രം കൊടുത്തിട്ടുണ്ട്, മനസ്സിലാവും കേട്ടോ. ഇനി പറയാനുള്ളതാണ് ഫോക്കൽ ലെങ്ത്. നമ്മൾ കുറച്ച് മുന്നേ കൊടുത്താണ് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോ. ദ ഫോക്കൽ ലെങ്ത് ഇസ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഒപ്റ്റിക് സെന്ററിന് പ്രിൻസിപ്പൽ ഫോക്കസിലോട്ടുള്ള ദൂരം, അതിനാണ് ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുക. മനസ്സിലാക്കുക, ഒപ്റ്റിക് സെന്ററിന് പ്രകാശിക ലെൻസിന്റെ സെന്ററിന് പ്രിൻസിപ്പൽ ഫോക്കസ് മുഖ്യ ഫോക്കസിലോട്ടുള്ള ദൂരത്തെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുക. കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഫോക്കസ് എന്ന് സങ്കല്പിക്കുക. പ്രിൻസിപ്പൽ ഫോക്കസ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം, ഒപ്റ്റിക് സെന്ററിന്ന് മുഖ്യ ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസിലോട്ടുള്ള ദൂരത്തിനെയാണ് എന്തെന്ന് വിളിക്കുക? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുക. എന്ത് ലെങ്ത്? ഫോക്കൽ ലെങ്ത്. അതിന്റെ അക്ഷരം സ്മോൾ ലെറ്റർ F ആണ് കേട്ടോ. സ്മോൾ ലെറ്റർ F. ക്യാപിറ്റൽ ലെറ്റർ F പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ മുഖ്യ ഫോക്കസ് ആണ്. സ്മോൾ ലെറ്റർ F ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ദൂരമാണ്.
ഒക്കെ കഴിഞ്ഞു, വായിച്ചു നോക്കിയാൽ മതി. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തേക്ക് വരുന്നത്, ഇമേജ് ഫോർമേഷൻ. ലെൻസസിന്റെ ഇമേജ് ഫോർമേഷൻ ആണ് പറയാൻ പോകുന്നത്. അപ്പോ ശ്രദ്ധിക്കാം, 2 ടൈപ്പ് ഇമേജസ് ആണുള്ളത്, റിയൽ ഇമേജും വെർച്വൽ ഇമേജും. യഥാർത്ഥ പ്രതിബിംബവും മിഥ്യാ പ്രതിബിംബവും. രണ്ടെണ്ണമാണ്, റിയൽ വെർച്വൽ, യഥാർത്ഥവും മിഥ്യയും. അപ്പോ നമുക്ക് സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന, സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്നതിനെ റിയൽ ഇമേജസ് വിളിക്കും. എന്ത് വിളിക്കും? റിയൽ ഇമേജസ്. സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന റിയൽ ഇമേജസ് വിളിക്കും. അപ്പൊ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്ത, സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റാത്തതിനെ എന്താ വിളിക്കുക? വെർച്വൽ എന്ന് വിളിക്കുക. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതിനെ, പ്രൊജക്ട് ചെയ്യാൻ കഴിയാത്തതിനെ എന്താ വിളിക്കുക? വെർച്വൽ ഇമേജസ് എന്ന് വിളിക്കുക. നമുക്ക് കാണാൻ കഴിയും, പക്ഷെ സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റൂല, അതിന് എന്തെന്ന് പറയാ? വെർച്വൽ എന്ന് പറയാ. പക്ഷെ സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്നതിനെ എന്തെന്ന് വിളിക്കുക? റിയൽ, യഥാർത്ഥം. സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റാത്തതിനെ മിഥ്യാ പ്രതിബിംബം. ഓക്കെ ആണോ? ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇമേജ് റിയൽ ആണെങ്കിൽ അത് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. കണക്ട് ചെയ്ത് പഠിക്കാട്ടോ. ഒരു ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം യഥാർത്ഥമാണെങ്കിൽ എപ്പോഴും തലകീഴായിട്ടായിരിക്കും. ഇൻവേർട്ടർ പറഞ്ഞാൽ തലകീഴായിട്ട്. ഇതിപ്പോ ഇങ്ങനെ നിൽക്കണമെങ്കിൽ റിയൽ ആണെങ്കിൽ തലകീഴായിട്ട് ഇൻവേർട്ടർ ആയിരിക്കും. റിയൽ ഇൻവേർട്ടഡ്, ഇതിങ്ങനെ പഠിച്ചേക്കാം. റിയൽ ആണെങ്കിൽ ഇൻവേർട്ടർ ആയിക്കാരം, യഥാർത്ഥ ആണെങ്കിൽ തലകീഴായതേക്കാരം. ഇനി അടുത്തത് വെർച്വൽ ആണെങ്കിൽ ഇറക്റ്റ് ആയിക്കാരം, മിഥ്യ ആണെങ്കിൽ നിവർന്നിട്ടാ ഉണ്ടാവുക. റിയൽ ആണെങ്കിൽ തല തിരിഞ്ഞിട്ട് ഇൻവേർട്ടർ ആയിട്ട്, യഥാർത്ഥം തലതിരിഞ്ഞ്. വെർച്വൽ ആണെങ്കിൽ ഇറക്റ്റ് ആയിട്ട്, മിഥ്യ ആണെങ്കിൽ നിവർന്നിട്ടാ ഉണ്ടാവുക. മറക്കരുതല്ലോ, ഇത് ഇങ്ങനെ പഠിച്ചിരിക്കുക. വെർച്വൽ ഇറക്റ്റ്, റിയൽ ഇൻവേർട്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മലയാളത്തിലും. സോ ഇത് ചെയ്യാൻ നമുക്ക് 3 റൂള് പഠിക്കാനുണ്ട്. 3 റൂള് ഇമേജ് ഫോർമേഷൻ, ഒരു 6 ഇമേജ് ഫോർമേഷൻ വരക്കാണ്ട് ലെൻസ് ഉപയോഗിച്ചിട്ട് 3 റൂള് പഠിക്കാനുണ്ട്. ഫസ്റ്റ് റൂൾ എന്താ വെച്ചാല്, അതായത് കോൺവെക്സ് ലെൻസിന്റെ കേസ് ആദ്യം പറഞ്ഞിട്ട്, ഇമേജ് ഫോർമേഷൻ. ഒരു കോൺവെക്സ് ലെൻസ്, ഇവിടെ ശ്രദ്ധിക്കടാ, ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ ഒപ്റ്റിക് ആക്സിസിന്, ഇതല്ല ഒപ്റ്റിക് ആക്സിസ്, ഇതിന് പാരലൽ ആയിട്ട് പോണേ. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോണേ ഈ ലൈറ്റ് റേ എപ്പോഴും അപ്പുറത്തെ സൈഡിൽ ഒരു പോയിന്റ് കൂടെ പോകും. ഏത് കൂടെ പോവാം? ഫോക്കസ് കൂടെ. മനസ്സിലാക്കാം, ഒരു കോൺവെക്സ് ലെൻസിന്റെ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോണ ലൈറ്റ് എപ്പോഴും അപ്പുറത്തെ സൈഡിൽ ഒരു പോയിന്റ് കൂടെ പോകും, ഫോക്കസ് കൂടെ. ഇതാണ് ഫസ്റ്റ് റൂൾ. ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇതും പാരലൽ അല്ലേ, ഇത് കൂടെ പോവാ, ഫോക്കസ് കൂടെ. ഫസ്റ്റ് റൂൾ, അതായത് ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് പോണത് എപ്പോഴും അപ്പുറത്തെ ഏത് പോയിന്റ് കൂടെ പോകും? ഫോക്കസ് കൂടെ പോകും. ഇങ്ങനെയാണെങ്കിലും സമാന്തരമായിട്ട് കൂടെ പോവാ, ഫോക്കസ് കൂടെ. ഫസ്റ്റ് റൂൾ. കോൺകേവ് ലെൻസ് നോക്കിയാ, ഇതിൽ കൺവേർജ് ചെയ്യാം, സംരചിച്ച് കാണും. പക്ഷെ കോൺകേവ് എന്താ? ഡൈവേർജ് ചെയ്യുമ്പോൾ ഇതൊരു പോയിന്റിന് വരുന്ന മാതിരി ഫീൽ ചെയ്യും. നീട്ടി വരച്ചാൽ ഏത് പോയിന്റിന് വരുന്ന മാതിരിയാ ഫീൽ ആവുക? ഫോക്കസ് എന്ന്, പ്രിൻസിപ്പൽ ഫോക്കസ് വരുന്ന മാതിരിയാണ് ഫീൽ ആവുക. അതൊന്ന് മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് റൂള്. രണ്ടാമത്തെ റൂൾ എന്താ വെച്ചാല്, എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക് സെന്റർ പാസസ് വിത്തൗട്ട് ഡീവിയേഷൻ. അതായത് ഒരു ഒപ്റ്റിക് സെന്റർ കൂടെ പോണ ലൈറ്റ് റേക്ക് ഒന്നും സംഭവിക്കൂല, റിഫ്രാക്ഷനോ കൺവേർജിങ്ങോ ഡൈവേർജിങ്ങോ ഒന്നും സംഭവിക്കൂല. നേരെ ഏത് കൂടെ തന്നെ പോകും? ഒപ്റ്റിക് സെന്റർ കൂടെ തന്നെ പോകും. ഒരു ഡീവിയേഷനും ഉണ്ടാവില്ല. കൺവേർജിങ്ങോ ഡൈവേർജിങ്ങോ റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കില്ല. രണ്ടാമത്തെ കൂടെ ഇതാണ്, ഒപ്റ്റിക് സെന്റർ കൂടെ പോണത്, പ്രകാശ കേന്ദ്രത്തിലൂടെ പോണത്, അത് കൂടെ തന്നെ പോകും. അത് കോൺകേവ് ലെൻസിലായാലും കോൺവെക്സ് ലെൻസിലായാലും. സെക്കൻഡ് റൂള്. തേർഡ് റൂൾ എന്താ വെച്ചാല്, നേരത്തെ പറഞ്ഞു പാരലൽ ആയിട്ട് പോകുമ്പോൾ ഫോക്കസ് കൂടെ പോകും. അപ്പൊ ഫോക്കസ് കൂടെ പോകുമ്പോൾ എങ്ങനെ പോവാ? പാരലൽ ആയിട്ട് പോകും. സമാന്തരമായിട്ട് പോകുമ്പോൾ അപ്പുറത്തെ സൈഡിലെ ഫോക്കസ് കൂടെ പോകും. അപ്പൊ ഫോക്കസ് കൂടെ പോകുമ്പോൾ എങ്ങനെ പോവാ? സമാന്തരമായിട്ട്. നോയിക്കോ, ഫോക്കസ് കൂടെ പോയി. എങ്ങനെ പോവാ? പാരലായിട്ട്. നോയിക്കോ, ഫോക്കസ് നിന്ന് വരുന്ന മാതിരി ഫീൽ ചെയ്തു. കാരണം ഡൈവേർജ് ചെയ്യല്ലേ, വ്യതിചലിപ്പിക്കല്ലേ, ഫോക്കസ് നിന്ന് വരുന്ന മാതിരി ഫീൽ ചെയ്തു. എങ്ങനെ പോവാ? പാരലായിട്ട്, സമാന്തരമായിട്ട്. ഓക്കെ ആണോ? ഫസ്റ്റ് റൂൾ ഇത്രേ ഉള്ളൂ. കോൺവെക്സ് ലെൻസിന് പാരലായിട്ട് പോയാൽ ഫോക്കസ് കൂടെ പോകും. കോൺകേവ് ലെൻസിനോ പാരലായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് വരുന്ന മാതിരി ഫീൽ ആവും. അതേതാണ്? ഫോക്കസ്. ഫസ്റ്റ് ക്ലിയർ ആയി. രണ്ടാമത് പറയുമ്പോൾ 2 ലെൻസിനും ഒരേപോലെയാണ്, കോൺവെക്സും കോൺകേവും. എന്താണ്? ഒപ്റ്റിക് സെന്റർ കൂടെ പോകുമ്പോൾ, പ്രകാശികതൂടെ പോകുമ്പോൾ ഒരു ഡീവിയേഷൻ ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കില്ല, അതേമാതിരി തന്നെ പോകും. ഓക്കെ. മൂന്നാമത്തെ ഉള്ളൂ, ഫോക്കസ് കൂടെ പോയാൽ പാരലായിട്ട് പോകും. ഇപ്പുറത്തെ സൈഡ് ഫോക്കസ് കൂടെ പോകണമെങ്കിൽ അപ്പുറത്തെ സൈഡ് എങ്ങനെ പോവുക? പാരലായിട്ട്. കോൺകേവ് ലെൻസിൽ നിങ്ങൾ നോക്കിയാൽ മതി, മനസ്സിലാവും. സെറ്റ് ആണല്ലോ. ഈ 3 റൂൾ ഉപയോഗിച്ചാണ് വരയ്ക്കാട്ടോ. ഇനി ലെൻസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വരുത്തുന്ന തെറ്റെന്താ വെച്ചാല്, ലെൻസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ലെൻസ് വരയ്ക്കുക, വരയ്ക്കാതെ ലെൻസ് വരയ്ക്കുക, കോൺവെക്സ് വരയ്ക്കുക, സെന്റർ മാർക്ക് ചെയ്യുക, എന്നിട്ട് ഒപ്റ്റിക് ആക്സിസ് വരയ്ക്കുക.
എന്നിട്ട് സെന്റേഴ്സ് ഓഫ് കർവേച്ചർ ഞാൻ പറഞ്ഞു 2F വെച്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ടു എഫ് ഇവിടെ എന്തുണ്ടാവും? ഫോക്കസ് ഉണ്ടാവും, ഇവിടെ ഒരു ഫോക്കസ് ഉണ്ടാവും. മനസ്സിലാക്കുക, രണ്ട് സൈഡിൽ സ്ഫിയേഴ്സ് ഇല്ലേ, ഗോളങ്ങളല്ലേ, അപ്പൊ രണ്ട് സൈഡിലും ഫോക്കസും എന്ത് വേണം? ഫോക്കസും സെന്റേഴ്സ് ഓഫ് കർവേച്ചറും വേണം, വക്രതാ കേന്ദ്രങ്ങളും വേണം. അപ്പൊ മനസ്സിലാക്കുക, ഇങ്ങോട്ടുള്ള രണ്ട് ദൂരവും ഏകദേശം ഈക്വൽ ആവണം. അളവെടുത്ത് വരക്കണം എന്നല്ല പറഞ്ഞത്, ഈ ദൂരമൊക്കെ ഈക്വൽ ആവണം. ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഈക്വൽ ആണ്. അളവെടുത്ത് വരക്കാൻ നിങ്ങൾക്ക് വരക്കുമ്പോൾ എന്താ ഉണ്ടാവുമല്ലോ, എങ്ങനെ കറക്റ്റ് വരക്കുക എന്നുള്ളത്. അപ്പൊ ഏകദേശം ഒരേ അളവിലായിരിക്കണം. അല്ലാതെ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ F, ഇവിടെ 2F, എന്നിട്ട് ഇവിടെ F, ഇവിടെ 2F ഒരേ മാതിരിയാണോ? അല്ലല്ലോ. അപ്പൊ ഏകദേശം ഒരേ അളവിൽ വരക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യണം. ഏകദേശം ഒരേ അളവിൽ വരക്കാൻ ശ്രദ്ധിക്കണം. അത് അളവെടുത്ത് വരക്കണം എന്നല്ല, പക്ഷെ ഈ വരയൊക്കെ വരയ്ക്കുമ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് വരക്കണം. സ്കെയിൽ ഉപയോഗിക്കാതെ വരയ്ക്കരുത്, മാർക്ക് പോവും. അപ്പൊ ഓക്കെ, ഈ ഇമേജ് ഫോർമേഷൻ പറയാം, നോയിക്കോ. ഫസ്റ്റ് ഞാൻ പറഞ്ഞു F ഉണ്ട്, 2F ഉണ്ട്, ഇപ്പോഴത്തെ F ഉണ്ട്, 2F ഉണ്ട്. കണ്ടോ, ഏകദേശം ഒരേ അളവിലല്ലേ ഇവിടെ ഉണ്ട് കിടക്കണേ? കണ്ടോ, ഏകദേശം. മനസ്സിലാക്കുക, ആദ്യം ഞാനൊരു വസ്തു ഒബ്ജക്റ്റ് ഉണ്ടായാലല്ലേ ഇമേജ് ഉണ്ടാവുള്ളൂ, വസ്തു ഉണ്ടായാലേ പ്രതിബിംബം ഉണ്ടാവുള്ളൂ. ആദ്യം ഞാൻ വസ്തുവിനെ കൊണ്ടുവെക്കുന്നത് 2F-ന്റെ ബാക്കിലാണ്, ഒരു ഓർഡറിൽ. ലെഫ്റ്റ് നിന്ന് ഇങ്ങനെ റൈറ്റ് ഇങ്ങനെ വരികയാണ് ഒബ്ജക്റ്റ്, വസ്തു ഇങ്ങനെ വരികയാണ്. ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതിന്റെ ബാക്കിൽ കൊണ്ടുവച്ചിട്ടോ വസ്തുവിനെ. അത് OB ആണ് ഒബ്ജക്റ്റ്. ഏത് ഒബ്ജക്റ്റ്? OB ഒബ്ജക്റ്റ്, വസ്തു. ശ്രദ്ധിക്കാം, ഞാൻ പറഞ്ഞ ഫസ്റ്റ് റൂൾ എന്ത് ചെയ്യുന്നു? വസ്തുവിനെ കൊണ്ടുവച്ചു, വസ്തുവിന്റെ ലൈറ്റർ എങ്ങനെ വരിക? ഫസ്റ്റ് റൂൾ എന്താ? പാരലൽ ആയിട്ട് പോയിട്ട് ഇങ്ങനെ ഇവിടെ തട്ടിയിട്ട് എന്ത് ചെയ്യും? കോൺവെക്ഷൻ വന്ന് തട്ടിയിട്ട് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. അപ്പുറത്തെ സൈഡ് കൂടെ സംവർജിക്കും ഒരു പോയിന്റ്. ആ പോയിന്റ് ഏതാ? ഫോക്കസ്. ഫസ്റ്റ് റൂൾ വെച്ച് വരച്ചു. പിന്നെ രണ്ടാമത്തെ റൂൾ വെച്ച് വരക്കാം. ഒപ്റ്റിക് സെന്റർ കൂടെ പോകുമ്പോൾ, പ്രകാശ കേന്ദ്രത്തിലൂടെ പോകുമ്പോൾ ഒന്നും സംഭവിക്കില്ല, ഒരു ഡീവിയേഷൻ അതേമാതിരി പോകും. അപ്പോ ഈ രണ്ട് റേസും കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവും, പ്രതിബിംബം ഉണ്ടാവും. കണ്ടത് ഇവിടെ കൂട്ടിമുട്ടിയത് F-ന്റെ 2F-ന്റെ ഇടയിൽ. അപ്പൊ നമുക്ക് ഇമേജ് അവിടെ ഉണ്ടായത് F-ലും F-ന്റെ 2F-ന്റെ ഇടയിൽ, ബിറ്റ്വീൻ F and 2F. നീ ഇവിടെ നോക്കിയാ, ഇവിടെ ഉണ്ടായ ഇമേജ് തല കീഴായിട്ടല്ല ഉണ്ടായത്. ഇവിടെ നേരെ, ഇവിടെ തല കീഴായിട്ടല്ല ഉണ്ടായത്. ഒബ്ജക്റ്റ് നേരെയാണ്, ഇമേജോ തല കീഴായിട്ട്, പ്രതിബിംബം തല കീഴായിട്ട്. അപ്പൊ ഏതാ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? റിയൽ ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടർ. കാരണം ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ അവിടെ ആരുണ്ടാവും? റിയൽ ഉണ്ടാവും. തല കീഴായതാണെങ്കിൽ അത് ആരേക്കാരം? യഥാർത്ഥ ഏക്കാരം. ഇവിടെ കൊടുത്തിട്ടുണ്ടോ? മലയാളത്തിലൂടെ കൊടുത്തിട്ടുണ്ടാവും യഥാർത്ഥ ഏക്കാരം. ഓക്കെ, തല കീഴായതാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? യഥാർത്ഥ ഏക്കാരം. ഇൻവേർട്ടർ ആണെങ്കിൽ റിയൽ ഏക്കാരം, റിയൽ ആണെങ്കിൽ ഇൻവേർട്ടർ ഏക്കാരം. മനസ്സിലാക്കുക. വലിപ്പം കണ്ടോള്, ഒബ്ജക്റ്റിനേക്കാളും ചെറുതല്ലേ, അപ്പൊ ഡിമിനിഷ്ഡ്, റിയൽ, ഇൻവേർട്ടഡ്. യഥാർത്ഥം തല കീഴായത് ചെറുത്. ഓക്കെ, ഞാൻ വരച്ചു കാണിച്ചുതരാം. വരക്കുക പറഞ്ഞടാ, ഇത്രേ ഉള്ളൂ. ഒരു ലെൻസ് വരക്കുക, ഒക്കെ മാർക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചു, 2F-ന്റെ ബാക്കിൽ വെച്ചു. ഇങ്ങനെ പാരലായിട്ട് പോയി. ഫസ്റ്റ് റൂള് ഫോക്കസ് കൂടെ പോയി, സെക്കൻഡ് സെന്റർ കൂടെ പോകണം, സെക്കൻഡ് റൂള്. അപ്പൊ രണ്ട് റേസും കൂട്ടിമുട്ടൽ എന്തുണ്ടാവുക? പ്രതിബിംബം ഉണ്ടാവുക, ഇമേജ് ഉണ്ടാവുക. വരയ്ക്കുക, ഒരു ആരോ മാർക്ക് വരയ്ക്കുക. അവിടെ നിങ്ങൾ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം ഉണ്ടാവുക. അപ്പൊ അത് കിട്ടും. എന്നിട്ട് അതിന്റെ ഇതൊക്കെ ചെയ്താൽ ഇങ്ങനെ തല കീഴായിട്ടാണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, യഥാർത്ഥവും തലതിരിഞ്ഞും. എന്നിട്ട് ഇതിനെക്കാളും ചെറുതാണ് നോക്കുക. ചെറുതാണെങ്കിൽ ഡിമിനിഷ്ഡ്, വലുതാണെങ്കിൽ മാഗ്നിഫൈഡ്. ഇനി അടുത്ത ഞാൻ പറഞ്ഞു, അവിടുന്ന് ഇങ്ങനെ വെച്ച് വരികയാണ് പറഞ്ഞു. ആദ്യം 2F-ന്റെ ബാക്കിലായിരുന്നു, പിന്നെ 2F-ക്ക് എത്തി. 2F-ക്ക് എത്തിയപ്പോൾ രണ്ട് റൂൾ വെച്ച് വരയ്ക്കുക, വരച്ചു നോക്കുക. വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് റൂൾ വെച്ച് വരയ്ക്കുക. അപ്പൊ എവിടെ കിട്ടുക? 2F-ൽ തന്നെ കിട്ടുക. ഇപ്പുറത്തെ സൈഡിൽ 2F-ൽ ഒബ്ജക്റ്റിനെ വെച്ചപ്പോൾ അപ്പുറത്തെ സൈഡിൽ 2F-ലാണ് എനിക്ക് ഇമേജ് കിട്ടിയത്. ഇവിടെ വസ്തുവിനെ വെച്ചപ്പോൾ നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിൽ എവിടെ തന്നെ കിട്ടിയത്? 2F-ൽ തന്നെ കിട്ടിയത്. രണ്ട് റൂൾ വെച്ച് വരയ്ക്കണേ. റൂൾ വെച്ചത് വരയ്ക്കാൻ പറ്റില്ല, ഞാൻ റൂൾ അതിനാ പറഞ്ഞേ. വരച്ചു നോക്കുക, ഇവിടെ ഇമേജ് കിട്ടി. വരച്ചു നോക്കിയാൽ മതി, കിട്ടും. കാരണം പിന്നെ വേറെ കാര്യം, വളയിൽ തിരിയലും ഒന്നും പാടില്ല. കറക്റ്റ് ഏകദേശം ഒരു അളവ് വേണം. ഏകദേശം പറഞ്ഞാൽ കറക്റ്റ് സ്കെയിൽ എടുത്ത് മെഷർ ചെയ്യരുത്. ഈ അളവൊന്നും സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്ത് അളക്കരുത്. ഏകദേശം നിങ്ങൾ വളയാതെയും തിരിയാതെയൊക്കെ വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി പഠിച്ചു വെക്കുക, ഇവിടെ രണ്ടാമത് തല കീഴായിട്ട് തന്നെയല്ലേ, റിയല്, ഇൻവേർട്ടഡ്, ഒരേ വലിപ്പം, സെയിം സൈസ്. ഓക്കെ, സെറ്റ്. ഇനി അടുത്തത് ഇവിടെ വരക്കാനുള്ള സ്പേസ് കൊടുത്ത് നിങ്ങൾ വരച്ചു നോക്കുക. ഇനി അടുത്തത് വീണ്ടും ഞാൻ ആദ്യം ഇവിടെ വെച്ചു, പിന്നെ ഇവിടെ വെച്ചു ഒബ്ജക്റ്റിനെ, പിന്നെ ഇപ്പുറത്തേക്ക് ഞാൻ പറയാം. അവിടുന്ന് ഇങ്ങനെ വെച്ച് വരികയാണ്. അടുത്തത് ബിറ്റ്വീൻ F and 2F, F-ന്റെയും 2F-ന്റെയും ഇടയിൽ വെച്ച് നോക്കാം. വെച്ചിട്ട് ഫസ്റ്റ് റൂൾ ഉപയോഗിച്ച് വരച്ചു, സെക്കൻഡ് റൂൾ ഉപയോഗിച്ച് വരച്ചു. രണ്ടും കൂട്ടിമുട്ടി. എവിടെ കൂട്ടി വെച്ചാൽ 2F-ന്റെ ബാക്കിൽ, അപ്പുറത്തെ സൈഡിൽ 2F-ന്റെ ബാക്കിൽ, ബിയോണ്ട് 2F എന്നാ പറയാ. 2F-ന്റെ ബാക്കിലാണെങ്കിൽ ബിയോണ്ട് 2F എന്ന് പറയാം. അപ്പൊ ഇമേജ് അവിടെ ഉണ്ടായത് ബിയോണ്ട് 2F. എങ്ങനെയാണ്? തല കീഴായിട്ട് തന്നെയല്ലേ, റിയൽ, ഇൻവേർട്ടഡ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, റിയല്
ഇൻവേർട്ടഡ് എൻലാർജ്. ഇത് വലുതുണ്ടായിരിക്കണം കണ്ടോ, ഇതിനെക്കാളും വലുതുണ്ടായിരിക്കണം കണ്ടോ, അത് ഇതിനെക്കാളും വലുതല്ല ഉണ്ടായിട്ടില്ല. നോക്കിയാ ഇതിനെക്കാളും വലുത് റിയലി ഇൻവേർട്ടഡ് എൻലാർജ്ഡ്. ഇങ്ങനെ വരച്ച് നോക്കണം കേട്ടോ. ഇത് വരച്ച് തന്നെ പഠിക്കണം, പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ഇത് ഓൺലൈൻ ക്ലാസ് ആവുമ്പോൾ നമുക്ക് പരിമിതികളുണ്ട്, ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. പിന്നെ വേറൊരു കാര്യം, ഇത് പഠിക്കണേൻ്റെ ഒപ്പം അതായത് നിങ്ങളിതൊരു റിവിഷൻ മാതിരി കാണുക. ഒന്ന് പഠിച്ചിട്ട് ഈ വീഡിയോ ക്ലാസ് കണ്ടു നോക്കുക, അപ്പോൾ പെട്ടെന്ന് തലയിൽ കയറും. നമുക്കിത് ഓൺലൈൻ ക്ലാസ് ആവുകൊണ്ട് കുറച്ച് പരിമിതികൾ ഉണ്ടാവും. സോ ഒന്ന് ക്ഷമിക്കുക. ഇങ്ങനെ വരച്ച് ട്രൈ ചെയ്യാം. നമുക്ക് വരയ്ക്കാൻ നേരമല്ല, അല്ലെങ്കിൽ ഞാൻ വരച്ച് കാണിച്ചു തന്നിരുന്നു കറക്റ്റ്. ഇത് പിന്നെ പേന ആവുകൊണ്ട് കറക്റ്റ് വരയൂല ബോർഡ് ഇതില്, കാരണം നല്ല ഷെയ്ക്കിങ് ഉണ്ടാവും. കൈ ഇങ്ങനെ വരയ്ക്കണോണ്ട് കറക്റ്റ് വരൂല. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. എന്നിട്ട് ഒന്ന് വരച്ചു നോക്കുക, റിവിഷന്മാരി കാണുക അത്. എന്നിട്ട് ആദ്യമൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഒന്ന് വരച്ചു നോക്കുക. റൂൾസ് ഉപയോഗിച്ച് വരയ്ക്കാം. പറഞ്ഞ റൂൾസ് ഓർമ്മ ഉണ്ടല്ലോ, ബാക്ക് അടിച്ച് നോക്കിയാൽ മതി, റൂൾസ് കാണാം. ഇനി ഇവിടുന്ന് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വരും കേട്ടോ. ആദ്യം ഇവിടെ വെച്ചു, പിന്നെ ഇവിടെ വെച്ചു, പിന്നെ ഇവിടെ വെച്ചു. ഇനി അവിടെ വെക്കുക, എഫിൽ വെക്കും. ഇങ്ങോട്ടോ എഫിൽ വെക്കുമ്പോൾ ഫസ്റ്റ് റൂൾ ഉപയോഗിച്ച് വരച്ചു, സെക്കൻഡ് റൂൾ ഉപയോഗിച്ച് വരച്ചു. ഇത് തട്ടൂല കേട്ടോ, ഇത് എവിടെയും തട്ടൂല കേട്ടോ. അത് ഇങ്ങനെ പോകും. അപ്പൊ എവിടെ ഉണ്ടാവുക? ഇൻഫിനിറ്റിയിലുണ്ടാവുക, അനന്തതയിലുണ്ടാവുക. എവിടെ ഉണ്ടാവുക? ഇൻഫിനിറ്റിയിൽ, അനന്തതയിൽ കേട്ടോ. ഇവിടെ ഉണ്ടാവുക എങ്ങനെ? റിയലി ഇവിടെ ഉണ്ടാവുക എങ്ങനെ? റിയലി ഇൻവേർട്ടഡ്, യഥാർത്ഥവും തലകീഴായതും വളരെ വലുത്. ഇത് എവിടെയെങ്കിലും പോയി തട്ടുവോ? ഇങ്ങനെ പോകും. ഇങ്ങനെ പോയിട്ട് ഇവിടെയൊക്കെ പോയി തട്ട് കാണിച്ചാൽ ഇത്ര വലിപ്പത്തിലുണ്ടാവുക. ഭയങ്കര ലാർജ് അല്ലേ? ഹൈലി എൻലാർജ്ഡ്, വലുത്. പിന്നെന്താണ്? റിയലി ഇൻവേർട്ടഡ്. മറക്കരുത് കേട്ടോ, വരച്ചു നോക്കി ട്രൈ ചെയ്യാം. മറക്കരുത്, വരച്ചു നോക്കി ട്രൈ ചെയ്യാം. ഇനി സിമ്പിളായിട്ട് നമ്മൾ അടുത്തയിലോട്ട് പോവാണ്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ നേരത്തെ ആദ്യം ഇവിടെ വെച്ചു, പിന്നെ ഇവിടെ വെച്ചു, പിന്നെ ഇവിടെ വെച്ചു, പിന്നെ ഇവിടെ വെച്ചു. ഇനി ഇതിന്റെ ഇടയിൽ ലെൻസിന്റെ എഫിന്റെ ഇടയിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങോട്ട് എങ്ങനെ വരച്ചാലും ഇത് തട്ടൂല, എവിടെയും തട്ടൂല. മറ്റേത് ഇൻഫിനിറ്റി ആണ്, എന്തെങ്കിലും പോയില്ല, ഇത് എവിടെയും തട്ടൂല. അപ്പൊ എന്താണ്? ഇതൊന്ന് ബാക്കിക്ക് നീട്ടി വരയ്ക്കുക. ഇത് ബാക്കിക്ക് നീട്ടി വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ബാക്ക് പോയി കൂട്ടിമുട്ടും. അപ്പോ ഒരു ഇമേജ് കിട്ടും, പ്രതിബിംബം കിട്ടും. ഇവിടെയുള്ള പ്രതിബിംബം കണ്ടാണ് ഇമേജ് തലയിരിഞ്ഞിട്ടാണോ? അല്ലല്ലോ, നേരല്ലേ നിൽക്കണം. അപ്പൊ എന്താ? വെർച്വൽ ഇറക്കി. അപ്പൊ എന്താണ്? വെർച്വൽ ആൻഡ് ഇറക്കി. മിറ്റിയും നിവർന്നതും കണ്ടോ? തലയിരിഞ്ഞിട്ടല്ലോ, നേരെയല്ലേ? ഓൺ ദ സെയിം സൈഡ്. എവിടെയാണ്? ഓൺ ദ സെയിം സൈഡ്, ഒരേ വശത്തല്ലേ? ആദ്യം കിട്ടിയത് ഈ സൈഡില്ല, അപ്പൊ എവിടെ കിട്ടിയത്? ഈ വശത്ത്. അപ്പൊ ലെൻസിന്റെ എഫിന്റെ ഇടയിൽ വെക്കുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ, മറക്കരുത്. ഓക്കെ, അതിന് ടേബിൾ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ടേബിള് ഒന്ന് പഠിക്കുക, പിന്നെ ഈ ടേബിള് പഠിക്കുക. ഒരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ അത് പറഞ്ഞു തരൂല, നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ കയറിയിട്ട് അതിക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ട്രിക്ക് എങ്ങനെ പഠിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഈ ടേബിള് പഠിക്കാൻ ഈ പൊസിഷനൊക്കെ കാണാപാഠം തന്നെ പഠിക്കണം. അപ്പോ ആ ട്രിക്ക് കൊണ്ടൊരു ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്, ഗ്രൂപ്പ് കയറുക, അതിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഈ ടേബിൾ എങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കുക എന്നുള്ളത്. സോ ഈ ടേബിളൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷിലാണ്, ഇതും ഇംഗ്ലീഷിലാണ്. സോ ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. എന്നിട്ട് ആ ട്രിക്ക് കൊണ്ടൊരു ഗ്രൂപ്പിൽ കയറുക, മെസ്സേജ് അയക്കുക, ഹായ് എന്നുള്ള എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ അതിൽ ഷാദിൽ സാർ നമ്പർ ഉണ്ടാവും, ടോപ്പിൽ തന്നെ അഡ്മിൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് മെസ്സേജ് അയച്ചാൽ പറഞ്ഞുതരാം. ഇനി അടുത്തത്, ഇപ്പൊ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പറഞ്ഞു. ഇനി കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് സിമ്പിൾ ആയിട്ട് പറയാനേ ഒന്നുമില്ല. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ആകെ ഒന്ന് പഠിച്ചാൽ മതി. മറ്റോടത്ത് 5 എണ്ണം പഠിക്കാണ്ട്, ഇവിടെ ആകെ ഒന്ന് പഠിച്ചാൽ മതി. ഒന്ന് പഠിച്ചാൽ തന്നെ അതിൽ എന്താണ് കിട്ടുന്നത് അതാണ് എല്ലാത്തിനും വരിക. ഇവിടെ കണ്ടോ, കോൺകേവ് ലെൻസിൽ ഇങ്ങനെ വരച്ചു, ഡൈവേർജ് ചെയ്യല്ലേ, പോയി ഒറ്റ പോയിന്റ് വരുന്ന മാതിരി തോന്നും. എങ്ങട്ടാ? ഫോക്കസ് ചെയ്യുക. അപ്പൊ മനസ്സിലാക്കുക, പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി അറ്റ് എഫ് വെർച്വലി ഇറക്റ്റ് ഐ ഡിമിനിസ്റ്റ് എല്ലാത്തിനും ഒരേ മാതിരി വരിക. ഒരു കോൺകേവ് ലെൻസിന് എല്ലാത്തിനും ഒരേ മാതിരി വരിക, മറ്റുണ്ടാവില്ല. എല്ലാത്തിനും ഒരേ മാതിരിയാണ് നാച്ചർ ഓഫ് ദി ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബത്തിന്റെ സ്വഭാവം വരിക, ഒക്കെ ഒരേ മാതിരിയാണ്. കോൺകേവ് ലെൻസിന് ഏകദേശം ഒക്കെ ഒരേ മാതിരി വരിക. കോൺകേവ് ലെൻസിൽ ഉണ്ടാവുന്ന ഇമേജ് ഒക്കെ എങ്ങനെയൊക്കെ അറിയാം നമുക്ക്? വെർച്വലി ഇറക്റ്റ് വെക്കാരം. കാണാപാഠം പഠിച്ചു. കോൺകേവ് ലെൻസിന് എല്ലാതും വെർച്വലി ഇറക്റ്റും ഡിമിനിഷ്ഡ് വെക്കാരം. കോൺകേവ് ലെൻസിന് എല്ലാതും വെർച്വലും ഇറക്റ്റും ഡിമിനിഷ്ഡ് വെക്കാരം. മിഥ്യ നിവർന്നത് ചെറുത് ഇങ്ങനെ വെക്കാരം. എല്ലാത്തിനും ഒന്നേക്കാരം, ഒരു മാറ്റില്ല. കോൺവെക്സ് ലെൻസിന്റെ മാതിരിയല്ല, കോൺകേവ് ലെൻസിന് എല്ലാതും ഒരേ മാതിരി വെക്കാരം. പഠിക്കാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. കോൺകേവ് ലെൻസിനൊക്കെ ഒരേ മാതിരി വെക്കാരം. മിഥ്യ നിവർന്നത് വസ്തുവിനേക്കാൾ ചെറുത് കണ്ടോ, ഒക്കെ ഒരേ മാതിരി. കോൺകേവ് ലെൻസിന് കോൺവെക്സ് ലെൻസിന്റെ മാതിരിയല്ല. സോ വലിയൊരു കടമ്പ കഴിഞ്ഞു. ഇത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് വരച്ചു നോക്കുക തന്നെ വേണം, അല്ല വീട്ടിൽ തന്നെ കേൾക്കാരം. അപ്പൊ വീട്ടിൽ പോയി വരച്ചു നോക്കുക തന്നെ വേണം, അല്ല നടക്കൂല. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ലെൻസ് ഇക്വേഷൻ.
ലെൻസ് ഇക്വേഷൻ. അതിന് മുന്നോടിയായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം യു എന്താ പഠിക്കണം, വി എന്താ പഠിക്കണം, എഫ് എന്താ പഠിക്കണം. ഞാൻ ഫോക്കൽ ലെങ്ത് എഫ് എന്താ പറഞ്ഞു. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസാ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ അറിയില്ലല്ലോ, വസ്തുവിന്റെ ദൂരമാണ്. അതായത് ഒപ്റ്റിക് സെന്ററിന്ന് എന്തായാലും ഒപ്റ്റിക് സെന്ററിന്ന് ഒബ്ജക്റ്റിലോട്ടുള്ള ദൂരത്തിനെയാണ് എന്തെന്ന് വിളിക്കുക, യു എന്ന് വിളിക്കുക. ഒപ്റ്റിക് സെന്ററിന്ന് പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് ആ നടുഭാഗത്ത് നിന്ന് ലെൻസിന്റെ നടുഭാഗത്ത് നിന്ന് എവിടെയാണോ വസ്തു ഇരിക്കുന്നത് അങ്ങോട്ടുള്ള ദൂരം, ആ ഡിസ്റ്റൻസ് എന്ത് വിളിക്കുക, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ യു എന്ന് വിളിക്കുക. അപ്പൊ വി എന്തേ കാരം അതന്നെ. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് എവിടെയാണ് ഇമേജ് ഉണ്ടാവുക, എവിടെയാണ് പ്രതിബിംബം ഉണ്ടാവുക, അങ്ങോട്ടുള്ള ദൂരത്തിൽ ആ നടുഭാഗത്ത് ലെൻസിന്റെ നടുഭാഗത്ത് നിന്ന് എവിടെയാണ് ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം ഉണ്ടാവുക, ആ ദൂരത്തിനെയാണ് സ്മോൾ ലെറ്റർ ബി അല്ലെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ്, പ്രതിബിംബ ദൂരം എന്ന് വിളിക്കുക. ഇമേജ് ഡിസ്റ്റൻസ് പ്രതിബിംബത്തിലോട്ടുള്ള അല്ലെങ്കിൽ പ്രതിബിംബ ദൂരം. ക്ലിയർ ആണോ? എഫ് എന്താ ഫോക്കൽ ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലോട്ടുള്ള ദൂരം, മുഖ്യ ഫോക്കസിലോട്ടുള്ള ദൂരം, അതിനാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയാം, ഫോക്കസ് ദൂരം. യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിലോട്ടുള്ള ദൂരം, വി എന്ന് പറഞ്ഞാൽ ഇമേജിലോട്ടുള്ള ദൂരം, വസ്തുവിലോട്ടുള്ള ദൂരം, പ്രതിബിംബത്തിലോട്ടുള്ള ദൂരം. മാർക്ക് ചെയ്തു, കിട്ടി, സെറ്റ്. ഇനി ലെൻസ് ഇക്വേഷൻ പഠിക്കാം. ലെൻസ് ഇക്വേഷൻ എന്താണെന്ന് അറിയാം, കാണാപ്പാടം വെച്ചോ. 1/f is equal to 1/v minus 1/u. The position of the image formed by length determines the position of the object and focal length of the lens. The relation between them is made clear by the lens equation. ഇതാണ് ലെൻസ് ഇക്വേഷൻ. ഒന്ന് വായിച്ചു നോക്കുക. ഇതിന് കാണാപ്പാടം പഠിക്കാം. 1/f is equal to 1/v minus 1/u. ഇതിന് ശരിക്കും ഒരു ആവശ്യമില്ല, പക്ഷെ അറിഞ്ഞിട്ടോ ലെൻസ് ഇക്വേഷൻ എന്താ വെച്ചാൽ എന്ത് പറയണം, 1/f is equal to 1/v minus 1/u എന്ന് പറയണം. കാണാപ്പാടം തന്നെ പഠിക്കണം ലെൻസ് ഇക്വേഷൻ. സ്മോൾ ലെറ്റർ എഫ് ആണ്. 1/f is equal to 1/v minus 1/u. ഇതാണ് ലെൻസ് ഇക്വേഷൻ. സെറ്റ് അല്ലേ? ഇനി അടുത്തത്, ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫോക്കൽ ലെങ്ത് ഫോക്കസ് ഒരു എഫിന്റെ ഇക്വേഷൻ പഠിക്കാനുണ്ട്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് യുവിന്റെ ഇക്വേഷൻ പഠിക്കാനുണ്ട്, വസ്തുവിന്റെ ദൂരം പഠിക്കാനുണ്ട്, വിന്റെ ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇത് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ കോഡ് പറയാം. ഓക്കെ, ഉഫ് ബി പ്ലസ്, ഇതാണ് കോഡ്. ഉഫ് ബി പ്ലസ്. ഇവിടെ നിങ്ങൾ യുവിന്റെ ഇക്വേഷൻ പഠിക്കണം, വിന്റെ ഇക്വേഷൻ പഠിക്കണം, എഫിന്റെ ഇക്വേഷൻ പഠിക്കണം. യു എന്താ, എഫ് എന്താ, വി എന്താ പറഞ്ഞു, സ്മോൾ ലെറ്റർ എഫ് ആണ്. ഇനി ആദ്യം നമ്മൾ എഫിന്റെ ഇക്വേഷൻ ചെയ്ത് വെക്കാം. ഇവിടുന്ന് എഫിനെ എടുക്കാം. എഫ് ഈസ് ഈക്വൽ ടു, എഫിനെ എടുക്കുമ്പോൾ അവിടെ ബാക്കി എന്താ ഉള്ളത്, യു ഉണ്ട്, വി ഉണ്ട്, ഡിവൈഡഡ് ബൈ യു മൈനസ് വി. വിക്ക് പ്ലസ് കൊടുത്തോണ്ട് വിക്ക് മാത്രമേ ഇവിടെ പ്ലസ് വരുള്ളൂ. വിക്ക് ഞാൻ ഉഫ് ബി പ്ലസ് കൊടുത്തോണ്ട് വിക്ക് മാത്രമേ ഇവിടെ പ്ലസ് വരുള്ളൂ, ബാക്കിയിലൊന്നും പ്ലസ് വരില്ല. മനസ്സിലാക്കി? എഫിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ എഫിനെ ഇവിടെ നിന്ന് എടുക്കുക, ബാക്കി എന്തൊക്കെയുള്ളത്, യുവും വിയും, യു വി ബൈ യു മൈനസ് വി. ഓക്കെ, ഇനി വിന്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ വിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക, വി സിയിൽ ബാക്കി എന്താണത്, യുവും എഫും, യു എഫ് ബൈ വിക്ക് പ്ലസ് അല്ലേ, യു പ്ലസ് എഫ്. ഇതാണ് വിന്റെ ഇക്വേഷൻ. ഇതാണ് വിന്റെ ഇക്വേഷൻ. ഓക്കെ അല്ലടാ? ഇതാണ് വിന്റെ ഇക്വേഷൻ, യു എഫ് ബൈ യു പ്ലസ് എഫ്. എഫിന്റെ ഇക്വേഷൻ, വിന്റെ ഇക്വേഷൻ. ക്ലിയർ ആണോ എങ്ങനെ വന്നാൽ? ഈ കോഡ് ഉപയോഗിച്ച് എഫിനെ ഇവിടെ എടുക്കുക, ബാക്കി എന്താണ്, യുവും ബിയും ബൈ യു മൈനസ് വി. യു വി എവിടെയെങ്കിലും കേട്ടിക്കണോ? യു വി അൾട്രാ വയലറ്റ് ഒന്നാം പാഠത്തിൽ അങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റുക, അങ്ങനെ കണക്ട് ചെയ്തോ. ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യുക, യു വി ബൈ യു മൈനസ് വി. എഫിനോട് പുറത്തേക്ക് എടുക്കുക, ബാക്കി എന്താണുള്ളത്, ഉഫ് വി പ്ലസ് എഫിന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ യുവും വിയും, യു വി ബൈ യു മൈനസ് വി. അടുത്ത വിനോട് പുറത്തേക്ക് എടുക്കുക, വി സിക്കൽ ബാക്കി എന്താണ്, ഉഫ് യു എഫ് ബൈ യു പ്ലസ് എഫ്. അങ്ങനെ പുറത്തേക്ക് എടുത്തൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഗുഡ് ആണല്ലോ? രണ്ട് ഇക്വേഷനും കിട്ടിയല്ലോ, സെറ്റ് അല്ലേടാ? ഓക്കെ, നമുക്ക് എല്ലാ അടുത്തയിലോട്ട് പോവാട്ടോ. കൊടുത്തിട്ടുണ്ട്, ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇനി പഠിക്കാനുള്ളതാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അതായത് യു എപ്പോഴാ പോസിറ്റീവ് ആവുക, യു എപ്പോഴാ നെഗറ്റീവ് ആവുക, എഫ് എപ്പോഴാ പോസിറ്റീവ് ആവുക, എഫ് എപ്പോഴാ നെഗറ്റീവ് ആവുക, വി എപ്പോഴാ പോസിറ്റീവ് ആവുക, വി എപ്പോഴാ നെഗറ്റീവ് ആവുക. ഇതാണ് പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ മനസ്സിലാക്കുക. ഫസ്റ്റ് റൂൾ എന്താ അറിയോ, എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യേണ്ട ഒപ്റ്റിക് സെന്റർ എന്നാണ്. അതായത് നമ്മളൊക്കെ അളവ് ഒക്കെ എപ്പോഴും എടുത്തു തുടങ്ങേണ്ട ഈ സെന്റർ എന്നാണ്. ഇവിടുന്ന് എടുത്തു തുടങ്ങാൻ പാടുള്ളൂ. ഈ സെന്ററിന് എങ്ങോട്ടാണോ, സെന്ററിനാണ് ഒക്കെ എടുത്തു തുടങ്ങുന്നത്. എല്ലാ അളവുകളും എവിടെ നിന്ന് എടുത്തു തുടങ്ങേണ്ടത്, സെന്ററിന്, ഒപ്റ്റിക് സെന്ററിന്. ഫസ്റ്റ് റൂൾ ക്ലിയർ ആണോ? ഇനി അടുത്തത്, ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഇൻസിഡന്റ് റേ ഷുഡ് ബി കൺസിഡർഡ് പോസിറ്റീവ്, ദോസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൺസിഡർഡ് നെഗറ്റീവ്. അതായത് മനസ്സിലാക്കുക, എടാ ഇങ്ങോട്ട് നോക്കുക, ഇവിടെ ശ്രദ്ധിച്ചോ, ഇങ്ങനെ വരച്ചു, ഇവിടെ ഒബ്ജക്റ്റിനെ വരച്ചു, ഇവിടെ വന്ന് തട്ടണ ഈ റേനെയാണ് ഇൻസിഡന്റ് റേ എന്ന് പറയുക, പതനരശ്മി എന്ന് പറയുക. സെക്കൻഡ് റൂൾ എന്താ വെച്ചാൽ, ഇൻസിഡന്റ് റേന്റെ അതേ ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് എടുക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ് എടുക്കുക. എല്ലാ അളവുകളും എവിടുന്ന മെഷർ ചെയ്ത് തുടങ്ങുന്നത്, സെന്ററിന്ന്. അത് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ, ഇൻസിഡന്റ് റേ, ഈ വന്ന് പതിക്കണ ഈ രശ്മി, ഈ റേ, ആ വന്ന് തട്ടണ അതിനെയാണ് ഇൻസിഡന്റ് റേ എന്ന് പറയുക, അല്ലെങ്കിൽ പതനരശ്മി എന്ന് പറയാം.
അപ്പോൾ അതിന്റെ അതേ ഡയറക്ഷൻ അതേ ദിശയിലാണെങ്കിൽ പോസിറ്റീവ് എടുക്കുക, ഓപ്പോസിറ്റ് ആണെങ്കിൽ വിപരീതമാണെങ്കിൽ നെഗറ്റീവ് എടുക്കുക കേട്ടോ. കുഴപ്പമില്ലല്ലോ, അങ്ങനെയാണ് എടുക്കുക. ഇൻസിഡന്റ് റേയുടെ അതേ ഡയറക്ഷൻ പോസിറ്റീവ്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവ്. ഓക്കെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാലോ. രണ്ടാമത്തെ ക്ലിയർ. ഇനി മൂന്നാമത്തെ അതായത് ഇത് ഒപ്റ്റിക് ആക്സിസ് എന്നല്ലേ പറയാം, അതിന് ഒപ്റ്റിക് ആക്സിസ് എന്നല്ല പറയാം. ഈ ഒപ്റ്റിക് ആക്സിസിന്റെ മുകളിലേക്കുള്ളത് പോസിറ്റീവ് കൊടുക്കുക, അടിക്കുള്ള നെഗറ്റീവ് കൊടുക്കുക, അത്രേ ഉള്ളൂ. പ്രകാശാക്ഷത്തിന്റെ മുകളിലേക്കുള്ള പോസിറ്റീവ്, അടിക്കുള്ള നെഗറ്റീവ്. ഓക്കെ, കിട്ടിയോ? സെറ്റാണോ? ഇനി ഒരു കാര്യം പറഞ്ഞുതരാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങോട്ട് മറിച്ച ഇവിടെ നോക്കിയ കുട്ടികള്, ഞാൻ ഫസ്റ്റ് റൂൾ എന്താ പറഞ്ഞത്, എല്ലാ അളവുകളും ഞാൻ എവിടുന്ന എടുക്കേണ്ടത്? ഇതാ ഇവിടുന്ന് ഒപ്റ്റിക് സെന്ററിന്ന്. ആണോ അല്ലേ? ആണ്. ഈ ചിത്രത്തിൽ നോക്കി എന്റെ ഒബ്ജക്റ്റ് അവിടെ ഇരിക്കണത് ഇവിടെ. അപ്പൊ ഞാൻ ഫസ്റ്റ് എടുക്കേണ്ടത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. അത് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടല്ല എടുക്കേണ്ടത്, എപ്പോഴും എടുക്കേണ്ട സെന്റർ എന്നല്ലേ. കണ്ടോ, ഇൻസിഡന്റ് റേ എങ്ങോട്ടാ പോണത്? ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇൻസിഡന്റ് റേ അല്ലെ, 15 ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ. പക്ഷെ ഞാൻ അടുത്ത അളവ് എങ്ങോട്ടാ? ഇവിടുന്ന് ഇങ്ങോട്ടാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ യു എന്തേക്കാരം? നെഗറ്റീവ് ഏക്കാരം ഈ ചിത്രത്തിൽ. ഓക്കെ, ഇനി ബി നോക്കിയാ, ബി ഇവിടെ അല്ലേ, ബി ഇവിടുന്ന് ഇങ്ങോട്ടാ പോണത്. അത് എപ്പോഴും സെന്ററിൽ നിന്ന് എടുക്കുക. ഇൻസിഡന്റ് റേ എങ്ങോട്ട് തന്നെ? ഇവിടുന്ന് ഇങ്ങോട്ട്. രണ്ടും ഒരേ ഡയറക്ഷനിലല്ല. അപ്പൊ ബി എന്തേക്കാരം? പോസിറ്റീവ് ഏക്കാരം. ഓക്കെ, ഇൻസിഡന്റ് റേന്റെ അതേ ഡയറക്ഷനിൽ പോസിറ്റീവ്, ഇൻസിഡന്റ് റേന്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ്. 15 അതേ ദിശയിൽ പോസിറ്റീവ്, 15 ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, സിമ്പിൾ ആണോ? അപ്പൊ നോക്കിയാ, ഒബ്ജക്റ്റ് ഇത് ഈ ഒപ്റ്റിക് ആക്സിസിന്റെ മുകളിലല്ല ഇരിക്കണത്, പ്രകാശ ആക്സിസിന്റെ മുകളിൽ പോസിറ്റീവ്, ഇമേജ് ഇതിന്റെ അടിയിലല്ല ഇരിക്കണത്, നെഗറ്റീവ്. ഓക്കെ, ഇനി സിമ്പിൾ ആയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾ പഠിക്കണേ. ഇവിടെയാണ് നോക്കോട്ടോ, യു എപ്പോഴും നെഗറ്റീവ് ഏക്കാരം. യു ഓൾവേസ് നെഗറ്റീവ്. പഠിച്ചോട്ടോ, യു ഓൾവേസ് നെഗറ്റീവ്. ഇനി ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനെ നമ്മൾ എച്ച്ഒ എന്നാ പറയും. എന്താ പറയുക? വസ്തുവിന്റെ ഉയരത്തിന് എച്ച്ഒ എന്ന് പറയും, ഹൈറ്റിന് എച്ച്ഒ എന്ന് പറയും. എച്ച്ഒ എപ്പോഴും പോസിറ്റീവ് ഏക്കാരം. ഓൾവേസ് പോസിറ്റീവ്. ഇനി വേറൊരു കാര്യം പറയാനുണ്ട്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി വേറെ കാര്യം എന്താ വെച്ചാൽ, റിയൽ ഇമേജ് അല്ലെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ, യഥാർത്ഥവും തലകീഴാത്ത ഇമേജ് ആണെങ്കിൽ വി എന്തേക്കാരം എന്നറിയോ? വി നെഗറ്റീവ് ഏക്കാരം. അത് മനസ്സിലാക്കാം. നോക്കുക, റിയൽ ആൻഡ് ഇൻവേർട്ടർ ആണെങ്കിൽ, യഥാർത്ഥവും തലകീഴായതും ആണെങ്കിൽ വി എന്തേക്കാരം? നെഗറ്റീവ് ഏക്കാരം. അപ്പോൾ വെർച്വൽ ആണെങ്കിലോ, മിഥ്യയാണെങ്കിലോ വി എന്തേക്കാരം? പോസിറ്റീവ് ഏക്കാരം. മറക്കണ്ടാന്ന് ഇത് പഠിച്ചു വെച്ചോ. ഇത് പഠിച്ചു വെച്ചു. അപ്പൊ ഇതിന്റെയും ചെറിയൊരു ഷോർട്ട് നോട്ട്, എപ്പോഴൊക്കെയാണ് ഇത് പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ളത് അത് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത് തരാം. ഗ്രൂപ്പ് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് പറഞ്ഞാൽ നേരല്ല. ഇപ്പൊ ഈ പോയിന്റ് പഠിക്കുക. യു എപ്പോഴും നെഗറ്റീവ് ആണ്, ഏത് ലെൻസിനും കേട്ടോ, എല്ലാ ലെൻസിനും യു എപ്പോഴും നെഗറ്റീവ് ആണ്, എച്ച് എപ്പോഴും പോസിറ്റീവ് ആണ്. പിന്നെ ലെൻസിൽ റിയൽ ഇമേജ് ആണ് ഉണ്ടാവണമെങ്കിൽ, റിയൽ ആൻഡ് യഥാർത്ഥ പ്രതിബിംബമാണ് ഉണ്ടാവണമെങ്കിൽ വി എപ്പോഴും നെഗറ്റീവ്, വെർച്വലാണെങ്കിൽ വി എപ്പോഴും പോസിറ്റീവ്. പഠിച്ചു വെച്ചോ. ഇനി അടുത്തതാണ് മാഗ്നിഫിക്കേഷൻ. ഞാൻ പറഞ്ഞു ഇമേജിന്റെ ഹൈറ്റിന് HI, പ്രതിബിംബത്തിന്റെ ഉയരത്തിന് HI, വസ്തുവിന്റെ HO. ഓക്കെ, മാഗ്നിഫിക്കേഷൻ ഇസ് എ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെയും റേഷ്യോ ആണ് എന്ത്? ഇമേജിന്റെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റിന്റെ റേഷ്യോ ആണ് എന്ത്? മാഗ്നിഫിക്കേഷൻ. നോക്കാം, ഈ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതായത് ഇമേജിന്റെയും ഒബ്ജക്റ്റിന്റെയും ഹൈറ്റിന്റെ റേഷ്യോ ആണ് എന്ത്? മാഗ്നിഫിക്കേഷൻ ആണെങ്കിൽ ആവർത്തനം എന്നറിയാം. മാഗ്നിഫിക്കേഷൻ എന്താ? M is equal to, മാഗ്നിഫിക്കേഷന്റെ അക്ഷരം M ആണ്, HI/HO. ഓക്കെ, എന്നാ വേറെ ടൈപ്പും കൂടി ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ എഴുതും M is equal to B/U എന്ന് എഴുതാം. B എന്താ? ഇമേജ് ഡിസ്റ്റൻസ്. U എന്താ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇങ്ങനെ എഴുതാട്ടോ ഇക്വേഷന്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ ഇക്വേഷൻ എങ്ങനെ ചെയ്ത് വെച്ചാൽ M is equal to HI/HO is equal to B/U. രണ്ട് രീതിയിൽ എഴുതാം. ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ എന്താ വെച്ചാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. രണ്ടിന്റെയും റേഷ്യോ, പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പൊ അല്ലെങ്കിൽ എന്ത് പറയാം വി ബൈ യു എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം വി ബൈ യു എന്ന് പറയാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അതിന് ഇക്വേഷൻ എങ്ങനെയാ എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു ബി ബൈ യു എന്ന് വരും. ഓക്കെ, എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു ബി ബൈ യു എന്ന് വരും ഇക്വേഷൻ. ഇനി നോക്കാം, അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഇമേജ് ഈസ് ഇറക്റ്റ് ഇഫ് മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ് ആൻഡ് ഇമേജ് ഈസ് ഇൻവേർട്ടഡ് മാഗ്നിഫിക്കേഷൻ ഈസ് നെഗറ്റീവ്. അതായത് സൈൻ കൺവെൻഷൻ വെച്ച് പറയുമ്പോൾ ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ, ആവർത്തനം പോസിറ്റീവ് ആണെങ്കിൽ നോക്കോ, പ്രതിബിംബം വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആക്കാരം, പ്രതിബിംബം മിഥ്യയും നിവർന്നതും ആക്കാരം. ഇറക്റ്റ് ഞാൻ പറഞ്ഞു പോസിറ്റീവ് ആണെങ്കിൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ, ആവർത്തനം നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. യഥാർത്ഥവും തലകീഴായതും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, ജലദോഷം പിടിച്ചത് അതാണ്. അപ്പോ ഇത് ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് പവർ ഓഫ് എ ലെൻസ്. ലെൻസിന്റെ പവർ, അതാണ് ഇനി പറയാൻ പോണത്. ലെൻസിന്റെ പവർ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഫോക്കൽ ലെങ്ത് എന്താണെന്നുള്ള അറിഞ്ഞിരിക്കണം. അപ്പൊ ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കലാണ് എന്ത് ലെൻസിന്റെ പവർ. ഈ ലെൻസിന് ഒരു പവർ ഇല്ലേ, ഞാൻ വെച്ചിട്ട് ലെൻസ് അല്ലേ, അല്ല ഗ്ലാസ് ഒന്നല്ലല്ലോ, മിറർ ഒന്നല്ലല്ലോ, ഞാൻ വെച്ചിട്ട് ലെൻസിന് ഒരു പവർ ഇല്ല. അതിന്റെ പവർ എന്താ വെച്ചാൽ അതിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ 1/f. ഇതാണ് ഒരു ലെൻസിന്റെ പവർ. ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ നോക്കട്ടോ. ഇക്വേഷൻ എന്താ അപ്പൊ പി ഈസ് ഈക്വൽ ടു 1/f. ഫോക്കസ് ദൂരത്തിന്റെ മലയാളം എന്ത് ചെയ്യുന്നു നോക്കട്ടോ, മലയാളം കൊടുത്തിട്ട് മലയാളം എന്ന് പറഞ്ഞാൽ ഫോക്കസ് ദൂരത്തിന്റെ വ്യുൽക്രമം. റെസിപ്രോക്കലിന് മലയാളം വായിൽ കിട്ടിയില്ല, റെസിപ്രോക്കലിന് മലയാളം വ്യുൽക്രമമാണ്. അപ്പൊ മനസ്സിലാക്കുക, ഫോക്കൽ ലെങ്ത്തിന്റെ ഫോക്കസ് ദൂരത്തിന്റെ വ്യുൽക്രമം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കലിനെയാണ് എന്തെന്ന് പറയാ പവർ ഓഫ് എ ലെൻസ്. ഈ ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ, ഫോക്കസ് ദൂരത്തിന്റെ വ്യുൽക്രമം ഈക്വൽ ടു 1/f. അതിന് യൂണിറ്റ് ഉണ്ട്, അതിന് ഡയോപ്റ്റർ എന്നാ പറയാ. എന്താ പറയാ ഡയോപ്റ്റർ. ചോദിക്കും വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം, ഡയോപ്റ്റർ, ക്യാപിറ്റൽ ലെറ്റർ ഡി. ഓക്കെ, നെക്സ്റ്റ് യെസ് കലാഷ്നിക്കോവ്. പാഠം കഴിഞ്ഞിട്ടില്ല കേട്ടോ. പാഠത്തിൽ ഇനി 2 ടോപ്പിക്കും കൂടെ പഠിക്കാനുണ്ട്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പും. അപവർത്തന ടെലസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും 2 പാഠം പഠിക്കാനുണ്ട്. അതും കൂടി എടുക്കുമ്പോൾ ചാപ്റ്റർ കുറച്ച് ലെങ്തി ആവും, 1 ഹവറിന് മുകളിൽ പോകും. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആ 2 സാധനങ്ങൾ നമ്മൾ വേറെ വീഡിയോ ചെയ്യും, അത് നമുക്ക് യൂസ്ഫുൾ ആക്കാറ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പും അപവർത്തന ടെലസ്കോപ്പും നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരേക്കും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പുകളിൽ അറിയിക്കുക, കമന്റ്സിൽ അറിയിക്കുക, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ കാലത്തിന് ശേഷം നമ്മളൊരു ക്ലാസ് ആയിട്ട് വന്നിരിക്കുകയാണ് ഫിസിക്സിന്റെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അറിയിക്കാം. കാരണം ഈ ഒരു പാഠം നമുക്ക് അങ്ങനെ ഓൺലൈനിൽ എടുക്കാൻ പറ്റിയ ഒരു പാഠമല്ല. പക്ഷെ എക്സ്പെരിമെന്റ് ഒക്കെ കാണിച്ചു തരാൻ നമ്മൾ ഇതിന്റെ ഒരു എക്സ്പെരിമെന്റുള്ള ഭാഗം നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യും. ടിൽ ദെൻ നമുക്ക് പാക്കലാം. ബൈ ബൈ.